ഇത് കൊള്ളാലോ, സെറ്റപ്പ് ആയല്ലോ അല്ലേ? ഞാൻ കാരണം നാലിട്ട ആളാ. ഇപ്പൊ വലിയ നിലയിലാ, കണ്ടല്ലേ? നാളെ കൂടി ശരി, വലിയ നിലയിലാ, വെട്ടിക്കട. മോനെ കണ്ണ ഷംസു, നമസ്കാരം. ശ്രീജ, എല്ലാരും പോയി ഭക്ഷണം കഴിച്ചോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പറ്റുള്ള കടയാണ്. സുധാരണ നിൽക്ക്, ഒരു പോയി കഴിക്കട്ടെ. സുഖല്ലേ സഖാവേ? ജില്ലാ സമ്മേളനത്തിന്റെ പോസ്റ്റർ കീറിയവന്റെ ബാക്കിൽ പാഞ്ഞത് നമ്മളെ രണ്ടാണ്. ഓൻ എന്നിട്ടൊരു വേലിയും കീഞ്ഞു തുള്ളി കോലുകൊണ്ട് വയറ് കീറിയപ്പോ അത് ഏറ്റെടുത്തത് ഞാൻ ഒറ്റയ്ക്ക്. നിന്റെ ഒരൊറ്റ ആളുടെ ബിൽഡപ്പിന്റെ പുറത്താ ഞാൻ ഇത്രയും നാളെ ഒളിവിൽ പോയത്. എന്നിട്ട് നീ ഇപ്പൊ ലോക്കൽ സെക്രട്ടറി, നിന്റെ ഓൾക്ക് സഹകരണ ബാങ്കിൽ പണി. എന്നിട്ട് എന്നോട് സുഖമാണോന്നല്ലേ? അല്ല സഖാവേ, സഖാവ് എന്ന് പറയുമ്പോ ഇപ്പോഴും ഒരാവേശാണ്. ഹോസ്റ്റല്ലേ ഹോസ്റ്റല്ലേ? സഖാവ് ആർസി വിളിച്ചത്ര മുദ്രാവാക്യൊന്നും കടമ്പേര് ആരും വിളിച്ചിട്ട. നീ കത്തി വെച്ചോ കോഴിക്കെട്ടുവാൻ. ഇപ്പൊ പാർട്ടിക്കൊരാവശ്യം വന്നപ്പോ ഈ ആർസ് തന്നെ വേണ്ടി വന്നില്ലേ? സഖാവ്, പറ്റുവാണെങ്കിൽ ആ പെൺകുട്ടിനെ ഒന്ന് കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? അതിനെന്താ കണ്ണ? നാളെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ നിനക്കോളെ കണ്ടോണ്ടിരിക്കാലോ. കല്യാണോ? നാളെ രാവിലെ 10-നും 10:30 ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ നിങ്ങളുടെ കല്യാണമല്ലേ? ഞാൻ കല്യാണത്തിനൊന്നുമില്ല. അമ്മയോട് ചോദിക്കണ്ടേ? നാരായണ ഏട്ടിയോടൊക്കെ ഞാൻ പറഞ്ഞോളാം. വെറ്റ് തീരാഞ്ഞ് 2 ദിവസം കൂടെ ഉള്ളൂ. നാളെ രാവിലെ കല്യാണം. ഞാൻ ഫുൾ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. നിനക്കുള്ള കുപ്പായം വരെ ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. മോനെ കണ്ണ, നീ വാ. സുധാര, വാ 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 വാ. പാട്ട് കഴിഞ്ഞിട്ടുള്ളടാ എനിക്ക് എന്ത്. ഇല്ല, റെഡി ആയിട്ടു. ജനറൽ ബർത്ത് ആയിട്ടാ. നമ്മുടെ സ്ഥലത്തി ഇറങ്ങിക്കോ ഇറങ്ങിക്കോ, എല്ലാരും ഇറങ്ങിക്കോ. ഇറങ്ങ 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 ഇറങ്ങ. ശ്രീജെ, നമ്മുടെ സ്ഥലം നീ ആർസി നിന്ന് വിളിക്ക്. സാമാനെല്ലാം തട്ടി വേഗം വേഗനോടി. ഹലോ, ആർസി, ഞങ്ങളിവിടെ താഴെത്തി. എത്തിയോ? എവിടെ? ഞാൻ വരുന്നു. സുധാര, നിങ്ങൾ ഏടെയായിരുന്നു? മുഹൂർത്തത്തെ സമയമായി. ഉപ്പായം കൊള്ളാല കാര്യം. പിന്നെ പറഞ്ഞ ഒരു കാര്യം ചോദിക്കാം. എനിക്ക് ഒന്നും അവളൊന്ന് കാണാൻ പറ്റുമോ? ഒരു ധൃതി. കല്യാണം കഴിഞ്ഞ പിന്നെ സ്ഥിരമായിട്ട് കാണാലോ. എന്റെ കണ്ണ, നീ ഭാഗ്യവാനാണ്. ഈടെ ഇന്നും ഇത്രയും നല്ല സ്വഭാവമുള്ളൊരു പെണ്ണില്ല. പിന്നെന്താ ഇവിടെ പറിച്ചതിനെ കിട്ടാത്ത? ചോദിക്ക്. ഓള ജാതകത്തിന് ചെറിയൊരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? വലുതായി കഴിഞ്ഞ ഓളുടെ അച്ഛനും കല്യാണം കഴിഞ്ഞ ഓളുടെ ചെക്കനും തട്ടിപ്പോകുന്നു. വലുതായി കഴിഞ്ഞപ്പോ ഓളുടെ അച്ഛൻ അപ്പ തന്നെ തട്ടിപ്പോയി. ഈ പേടിക്കണ്ട. ഓള ജാതകത്തില് വേറൊരു കാര്യം കൂടെ പറഞ്ഞു. 3 മലയും കടന്നു വരുന്നൊരു പുരുഷനാണ് ഓളെ കല്യാണം കഴിക്കുന്നെങ്കിൽ കല്യാണം കഴിഞ്ഞ് പിന്നെ ഓൾക്കും ആ പുരുഷനും വെച്ചടി കയറ്റായിരിക്കും. ഈ കയറ്റം പോലെ. പിന്നെ ഞാൻ പോയിട്ട് പെണ്ണെ വിളിച്ചിട്ടാരാ. പറ്റുവാണെങ്കിൽ ഓളെ പേരെങ്കിലൊന്ന് പറയോ? യമുന. ഇത് പെണ്ണിന്റെ പാവാട മാത്ര ഉണക്കാൻ കൊണ്ടുപോകുന്നയാ. അപ്പൊ പെണ്ണ് എടുത്തു. മറക്കൂല. മറക്കരുത്. പിന്നെ നീ പെണ്ണിനെ നല്ലോണം നോക്കണട്ടാ. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. കണ്ട, കുടുംബസ്നേഹി. ഒന്ന് വിളിക്കാം. യമുന മോളെ വാ. കണ്ട, വിളിച്ച അപ്പം വരും. ഒരു കാര്യം പറയാം. പോയോ കണ്ണ? അതെ സുധാര, ആ കേസിന്റെ കാര്യം ഒന്ന് പറഞ്ഞ് ശരിയാക്കിയേക്കണേ. ഒരു വക്കീലിനെ വെക്കണേ. ശരി, ആ പാർട്ടി വക്കീൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്.
പാർട്ടി വെക്കില്ല എന്നാ. അപ്പൊ ഇത് ഈ അടുത്തൊന്നും ഊരാൻ പറ്റില്ല. ലാൽ സലാം. തോളിൽ കൈവച്ചോ. വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതിന്റെ നല്ല സങ്കടം ഉണ്ടല്ലേ? തിരക്ക് പിടിച്ച കല്യാണമായോണ്ട് അധികം സംസാരിക്കാൻ പറ്റിയില്ല. യമുന, നല്ല പേര്. സുധാര നോക്കിയ ഒരു നാരകം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ തലയിൽ കൊടുക്കാം. നീ ഇങ്ങോട്ട് മാറിയിരിക്കും. ആ വെള്ളം ഇന്ന് നമ്മള് ഛർദിക്കുന്നുണ്ടാ? കുറച്ച് വെള്ളം നോക്കട്ടെ. വീട്ടിൽ നോക്കിയാ കുഴപ്പമില്ലടാ, കുഴപ്പമൊന്നുമില്ല. പേടിക്കണ്ട. ആ യാത്ര വേണ്ടിയാ, വേറെ ഒന്നല്ല, പേടിക്കണ്ട. അങ്ങനെ തന്നെ വണ്ടി കയറി അപ്പ ഞാൻ കുപ്പി ചെയ്താ, കുഴപ്പമൊന്നുമില്ല. മോളെ ക്ഷീണുണ്ടാ? ഛർദിക്കാൻ വരുന്നുണ്ടായിരുന്നു? കണ്ണാ എണീക്ക്, വാ, വീടെത്തി. എന്തുറക്കാത്, വാ. ഈ കൈ പിടിച്ച് നടത്തെല്ലാം കുറച്ചു നാളെ ഉണ്ടാവുള്ളൂ, അല്ലേ ശ്രീജ? അവേ ഇതാ കുട്ടി കാൽ തൊട്ട് വലുത് കാല്. എല്ലാ കണ്ണ ഇവക്ക് നാട്ടില് കൊറേ സ്വത്തെല്ലാം ഉണ്ടാ? നല്ല ചോദ്യം. സ്വത്ത് ഉണ്ടോന്നാ? പട്ട, ഗ്രാമ്പു, ഏലക്ക, കാപ്പി, ജീരകം, സാജീരകം, മൊത്തം ഗരം മസാല ഉണ്ടാക്കണ മൊത്തം സാധനത്തിനുള്ളുണ്ട്. പേരെന്നാ മോനെ? ഓളെ പേര് നദികളിൽ സുന്ദരി യമുന. നല്ല പേര്. എന്തല്ല ചമ്മിപ്പോയി. സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടായി. ചെറിയൊരു പ്രശ്നമുണ്ട്. മെയിലെന്താ വന്നിട്ടുണ്ട് രാജസ്ഥാനിൽ. നീ പെട്ടെന്ന് വാ. ഞാൻ ഓളെ വീട്ടിൽ ഇപ്പോഴൊന്നും വരാൻ പറ്റൂല. എടാ നിന്നെയും കൂട്ടി വരാനാ പറഞ്ഞത്. നീ പെട്ടെന്ന് വാ. അമ്മ ഞാനേ ചെറിയ അത്യാവശ്യം, ഞാൻ പെട്ടെന്ന് പോയിട്ട് വരേ. സാരമില്ല മോളെ, ഇപ്പൊ വരൂ കേട്ടാ.